ശാങ്കര കൃതികളിൽ ഉൾപ്പെട്ട പ്രശ്നോത്തര രത്നമാലികയിൽ 43 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവസാനം കേ വൃദ്ധാഹ, ആരാണ് വൃദ്ധന്മാരെന്ന് ചോദിച്ചു. കാരണം ശാസ്ത്രത്തിൽ പല സന്ദർഭങ്ങളിലും വൃദ്ധസേവ കൊണ്ടാണ് വിജ്ഞാനം, വൃദ്ധരുള്ള സഭയാണ് ശ്രേഷ്ഠം എന്നൊക്കെ പല സന്ദർഭങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ചോദ്യം കേ വൃദ്ധാഹ, ആരാണ് വൃദ്ധന്മാർ? ധർമ്മതത്വജ്ഞാഹ, ധർമ്മതത്വജ്ഞന്മാരെയാണ്, ധർമ്മതത്വജ്ഞാനികളെയാണ്, ധർമ്മത്തിൻ്റെ രഹസ്യം അറിഞ്ഞവരെയാണ് വൃദ്ധന്മാരെന്ന് പറയുന്നത്. വളരെ ശ്രദ്ധേയമായ പരാമർശമാണത്. തുടർന്ന് സംഭാവിതസ്യ മരണാത് അധികം കിം ദുർയശോ ഭവതി ലോകേ സുഖീ ഭവേത് കോ ധനവാൻ ധനമപി ച കിം യതശ്ചേഷ്ടം. സംഭാവിതസ്യ മരണാദധികം കിം ദുർയശോ ഭവതി ലോകേ സുഖീ ഭവേത് കോ ധനവാൻ ധനമപി ച കിം യതശ്ചേഷ്ടം. സംഭാവിതസ്യ മരണാദ് അധികം കിം, സംഭാവിതസ്യ മരണാദ് അധികം കിം, സംഭാവിതനായ ആൾക്ക് മരണത്തേക്കാൾ അധികമായുള്ളത് എന്താണ്? ഇതാണ് ചോദ്യം. ഭഗവത്ഗീതയിൽ തത്വോപദേശം ചെയ്യുന്നതിന് അർജുനനെ തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഭഗവാൻ ഒരു സുഹൃത്തായി, ഒരു സഖാവായി അർജുനനോട് സംസാരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് പറയുന്നുണ്ട് സംഭാവിതസ്യ ചാകീർത്തി മരണാത് അതിരിച്യതേ എന്ന്. സംഭാവിതനായ ആൾക്ക് അകീർത്തി മരണത്തേക്കാൾ അധികമായിട്ടുള്ളതാണ്. സംഭാവിതെന്ന് പറഞ്ഞാൽ സമ്യക് ഭാവിതനായവൻ, നമ്മുടെ സമൂഹത്തിൽ വളരെ ആദരിക്കപ്പെടുന്ന ആൾ, പ്രശംസിക്കപ്പെടുന്ന ആൾ, വലിയ ആളാണ്, മഹാനാണ് എന്നീ വിധം സമൂഹത്തിൽ ബഹുജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ട, സമാരാധിക്കപ്പെടുന്ന ആളാണ് സംഭാവിതൻ. അങ്ങനെ സംഭാവിതനായ ഒരാൾക്ക് മരണത്തേക്കാൾ അധികമായത് എന്ത്? മരണം ഖേദകരമാണ്, ക്ലേശകരമാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്, ദുഃഖമാണ്. അപ്പോൾ അതിനേക്കാൾ, മരണത്തേക്കാൾ അധികമായിട്ടുള്ള ക്ലേശം എന്താണ്? മറുപടി ദുർയശോ ഭവതി, ദുർയശസ്, യശസ് ദുഷിച്ചു പോവുക. അപ്പോൾ വളരെയധികം കീർത്തി ഉണ്ടായി, സത്കീർത്തി ഉണ്ടായി, യശസ് ഉണ്ടായി. ആ യശസ് ഇല്ലാതാവുകയാണ്, പേരുദോഷം വരികയാണ്, അകീർത്തി വരികയാണ്. ഒരു വ്യക്തിക്ക് സാമാന്യമായിട്ട് അകീർത്തി വരുന്ന പോലെയല്ല സംഭാവിതന്, അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. നല്ലത് മാത്രം സമൂഹത്തിൽ കേട്ട് ജീവിച്ച ഒരാൾക്ക്, എന്നല്ല അതിൽ സന്തോഷിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ദ്വന്ദ്വാതീതനായിരിക്കണം. ദ്വന്ദ്വാതീതനായൊരു മഹാത്മാവിനെ സംബന്ധിച്ച് കീർത്തി വന്നാലും കണക്കാണ്, അകീർത്തി വന്നാലും കണക്കാണ്, ഒന്നും അയാളെ ബാധിക്കുന്നില്ല. എന്നാൽ സാമാന്യമായി ധർമ്മമാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക്, തത്വജ്ഞാനിയല്ല, ധർമ്മമാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അതും സംഭാവിതനാണെങ്കിൽ അകീർത്തി വരിക എന്നുള്ളത് മരണത്തേക്കാൾ കഷ്ടകരമാണ്. അതാണ് സംഭാവിതസ്യ മരണാത് അധികം ദുർയശഃ, ദുർയശസ്സാണ്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ലോകേ സുഖീ ഭവേത് കഃ, ലോകത്തിൽ ആരാണ് സുഖിയായിരിക്കുന്നത്? സുഖമുള്ളവനാരോ അവൻ സുഖി. അപ്പോൾ ലോകത്തിൽ ആരാണ് സുഖി? ഇതാണ് ചോദ്യം. മറുപടി ധനവാൻ, ധനവാനാണ് സുഖി. ധനവാൻ സുഖിയാണ്. ധനമുള്ളവൻ, സമ്പന്നൻ എപ്പോഴും സുഖിയായിട്ടായിരിക്കുന്നത്. ഇവിടെ സമ്പന്നൻ, ധനവാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് പണമുള്ള ആളെന്ന് അർത്ഥം എടുക്കരുത്. കുറേ പണമുണ്ടായി എന്നുള്ളത് കൊണ്ടൊന്നും ആർക്കും സുഖം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമാവണമെങ്കിൽ അടുത്ത ചോദ്യവും ഉത്തരവും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ധനവാൻ സുഖിയായിരിക്കും എന്നുള്ള ഒറ്റ പരാമർശത്തിൽ ധനശബ്ദത്തിന് നമ്മൾ പണം എന്നൊക്കെ അർത്ഥമെടുക്കും. അരുത്. പണം വേണ്ടെന്നല്ല പറഞ്ഞത്. വ്യവഹാരങ്ങൾ സിദ്ധമാവണമെങ്കിൽ പണം നിർബന്ധമായി വേണം. പക്ഷേ അതുകൊണ്ട് മാത്രം സുഖിയാവില്ല.
അപ്പം പിന്നെ എന്താണ് ധനം എന്ന് ചോദ്യം നോക്കൂ. ധനമപിചകിം, എന്താണ് ധനം? ധനം എന്നാൽ എന്താണ്? മറുപടി യതഹാച ഇഷ്ടം. യതഹാച ഇഷ്ടം, എവിടെ നിന്നാണോ ഇഷ്ടം പ്രാപിക്കുന്നത് അതാണ് ധനം. അപ്പം ഇഷ്ടമായത്, നമുക്ക് അനുകൂലമായത്, മനസ്സിന് സന്തോഷത്തെ ഉണ്ടാക്കുന്നത്, സമാധാനത്തെ ഉണ്ടാക്കുന്നത്, അതാണ് ഇഷ്ടം. അപ്പോൾ ഇഷ്ടത്തെ നൽകുന്നത് മാത്രമേ ധനമാകൂ. ഒരുപാട് കെട്ടിവെച്ച നോട്ടുകെട്ടുകൾ ഉള്ളത് കൊണ്ടോ ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ടോ ഇഷ്ടം വന്നോളണമെന്നില്ല. അതുകൊണ്ട് അതല്ല ജീവിതത്തിൽ ധനം. ഈ പറഞ്ഞതുകൊണ്ട് അപ്രകാരമുള്ള പണം വേണ്ട, ഡെപ്പോസിറ്റ് വേണ്ട, സമ്പത്ത് വേണ്ട, ഭൗതികമായ സമ്പത്ത് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആവശ്യമാണ്. വ്യവഹാരസിദ്ധിക്ക് പണം ഇരിക്കട്ടെ, അനിവാര്യമാണ്. എന്നാൽ നമുക്ക് ജീവിതത്തിൽ ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതേ ധനമാകൂ. ഇഷ്ടമായി ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. അനിഷ്ടമായതൊക്കെ വന്നു ചേരുന്നു എങ്കിൽ അവന് നോട്ടുകെട്ടുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? അതെങ്ങനെ സമ്പത്തായി കൂട്ടാൻ പറ്റും? ചിന്തിക്കുക. അതുകൊണ്ട് യതഹാച ഇഷ്ടം തത് ധനം. എവിടെ നിന്നാണോ, യാതൊന്നിൽ നിന്നാണോ ഇഷ്ടം പ്രാപിക്കാൻ കഴിയുന്നത് അതാണ് ധനം. ഇനി വൈദികമായ ദൃഷ്ടിയിലൂടെ ഇതിന് മറ്റൊരർത്ഥം പറയാം. വൈദികങ്ങളായി പുണ്യകർമ്മങ്ങൾ നമുക്ക് രണ്ടായി വിഭജിക്കാം. ഇഷ്ടകർമ്മങ്ങളും പൂർത്തകർമ്മങ്ങളും. ഇഷ്ടകർമ്മങ്ങളെന്ന് പറയുമ്പോൾ എവിടെയാണോ അഗ്നിഹോത്രം എന്നുള്ളത് വരുന്നത്, വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി വിശിഷ്ട ദേവതകൾക്ക് വിശിഷ്ടങ്ങളായ ഹവിസ്സുകളെ മന്ത്രപൂർവം അഗ്നിയിൽ ഹോമിക്കുന്ന ക്രിയ എവിടെയുണ്ടോ അതിന് നമുക്ക് ഇഷ്ടമെന്ന് പറയാം. ആ ഇഷ്ടത്തിൻ്റെ ഫലമായിട്ട് പുണ്യം സമ്പാദിക്കാൻ സാധിക്കുന്നു. ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഇഷ്ടഫലപ്രാപ്തി വരുന്നു. അപ്പോൾ ഇഷ്ടകരമായത് ഇഷ്ടമാണ്. ലോകത്തിൽ ഇഷ്ടത്തെ നൽകുന്നത് ഇഷ്ടമാണ്, യാഗാദി കർമ്മമാണ്. ഇത്തരം സത്കർമ്മങ്ങൾ ചെയ്യാൻ കാരണമാകുന്ന സമ്പത്ത് മാത്രമേ ധനമാകൂ. ഒരാൾക്ക് സമ്പത്തുണ്ട്, പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ അയാൾക്കതിലൂടെ പുണ്യമോ തദ്ഫലമായിട്ട് സുഖമോ ഉണ്ടാകുന്നില്ല. അപ്പോൾ സുഖപ്രദമായത് മാത്രമേ ധനമാകൂ എന്ന് മനസ്സിലാക്കുക. രണ്ട് രീതിയിൽ അർത്ഥം പറഞ്ഞു. ഒന്ന്, സാമാന്യമായി അനുകൂലമായ സുഖത്തെ നൽകുന്നത് ധനം. രണ്ട്, തദ്ഹേതുവായ ഇഷ്ടകർമ്മങ്ങൾക്ക് പ്രേരകമാകുന്നത് ധനം. അപ്പോൾ എന്താണ് ധനം? ഇഷ്ടഫലത്തെ നൽകുന്നതാണ് ധനം. ആ ധനമുള്ളവനാണ് സുഖി എന്ന് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.